ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വജഹ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ ഉസൂലു സലാസ എന്ന ഗ്രന്ഥത്തിലെ ഭാഗങ്ങൾ, അതിൻ്റെ വിശദീകരണത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് രണ്ടാമത്തെ അടിസ്ഥാനമായ മാരിഫത്ത് ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, അതിൽ ദീനിൻ്റെ 3 മർത്തബകളിൽ രണ്ടാമത്തെ മർത്തബയായ ഈമാൻ കാര്യങ്ങളെ സംബന്ധിച്ച്, അതിൽ തന്നെ അൽ ഈമാനു ബിൽ കുത്തുബ്, അതിൻ്റെ പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട മസലകളെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ പറഞ്ഞു പോയിരുന്നു. അതിൽ പറയാൻ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ മറ്റ് കഴിഞ്ഞു പോയ കിതാബുകളോട് നമ്മുടെ നിലപാട് എന്തായിരിക്കണം, സമീപനം എന്തായിരിക്കണം, അതുപോലെ തന്നെ ഖുർആനും മറ്റ് കഴിഞ്ഞു പോയ തൗറാത്തും ഇഞ്ചീലും അങ്ങനെയുള്ള വേദഗ്രന്ഥങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പ്രധാനപ്പെട്ടതൊക്കെ പറഞ്ഞിരുന്നു. പ്രധാനമായിട്ട് 2 വ്യത്യാസങ്ങളാണ്. മറ്റ് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ വേദഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ കിതാബുകളും ഖുർആനും തമ്മിൽ പ്രധാനമായിട്ട് 2 വ്യത്യാസങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്നാമത്തേത് സംരക്ഷിക്കപ്പെട്ടു, ഹിഫ്ള്. ഖുർആൻ മാത്രമാണ് എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നുവെച്ചാൽ ബാക്കിയുള്ളതിന്റെ സംരക്ഷണം അള്ളാഹു ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ ആ വിഭാഗത്തിലെ പുരോഹിതന്മാർക്കാണ് എന്ത് ചെയ്തത്, ഏൽപ്പിച്ചു കൊടുത്തത്. അവരിൽ കുറെ പേരത് പാലിച്ചു, സംരക്ഷിച്ചു. കുറെ പേർ അതിൽ പല മാറ്റലുകളും വരുത്തി അവസാനം സംരക്ഷിക്കാൻ ആരും ഇല്ലാതായി തീർന്നു. ആ കിതാബ് വേറെ തന്നെ ഒരു കിതാബായി മാറി. എന്നുവെച്ചാൽ അതിൽ ശരിക്കും അള്ളാഹു അവതരിപ്പിച്ചത് എന്താണ്, അതല്ലാത്തത് എന്താണെന്ന് നെല്ലും പതിരും വേർതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിപ്പോയി. അവർക്ക് തന്നെ, അവരുടെ പണ്ഡിതന്മാർക്ക് തന്നെ അറിയില്ല ഇതിൽ ഏതാ അള്ളാഹു അവതരിപ്പിച്ച് ഏതാണ് ആൾക്കാർ കടത്തിക്കൂട്ടുന്നത്. അവർക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലേക്കായി. ഈ ഒരവസ്ഥയിലേക്ക് ആകുന്നതിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ഖുർആനെ സംരക്ഷിച്ചിട്ടുണ്ട്. അത് അള്ളാഹു അവന്റെ സ്വയം ബാധ്യത ഏറ്റെടുത്ത കാര്യമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അത് ഖിയാമത്ത് നാൾ വരേക്കും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഇത് ഉയർത്തപ്പെടും. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നതുപോലെ ഇത് തിരിച്ച് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് തിരിച്ചു ഉയർത്തപ്പെടും. എന്ന് വെച്ചാൽ ഒരു സമയത്തും ഖിയാമത്ത് നാൾ ആകുന്നതിന് മുമ്പ്, ആ സമയത്ത് ഖുർആൻ മനഃപ്പാടമാക്കിയിരുന്ന ഹൃദയങ്ങളിൽ നിന്നും എഴുതി വെക്കപ്പെട്ട മുസ്ഹഫുകളിൽ നിന്നും എല്ലായിടങ്ങളിലും ഖുർആനിന്റെ വാക്കുകൾ, കലിമത്തുകൾ മനുവും. ഖുർആൻ ഉയർത്തപ്പെടും. ഖുർആൻ ഇവിടെ നിലനിൽക്കാത്ത അവസ്ഥയാവും. അത് അവസാന കാലത്ത് അങ്ങനെ സംഭവിക്കും എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുവരേക്കും എങ്ങനെ അവതരിച്ചുവോ അങ്ങനെ തന്നെ നിലനിൽക്കും. ആരൊക്കെ ശ്രമിച്ചിട്ടും കാര്യമില്ല, അതിനൊരു മാറ്റം വരുത്താൻ സാധിക്കൂല. ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട് മാറ്റം വരുത്താൻ. എത്രത്തോളം, എനിക്ക് പേര് മറന്നുപോയി, ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു ജൂത പണ്ഡിതൻ, അദ്ദേഹം വലിയ അറിയപ്പെട്ടെന്തോ ഒരാളാണ്, പേരെനിക്ക് ഓർമ്മയില്ല, ചരിത്രത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഏതാണ് ശരിയായ ദീന് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തത്, തൗറാത്തിന്റെ ഒരു കോപ്പി എടുത്തു കയ്യിൽ, ഇഞ്ചീലിന്റെ ഒരു കോപ്പി എടുത്തു, ഖുർആന്റെ ഒരു കോപ്പി, ഇത് 3 എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ചെയ്ത കാര്യമാണ്, നടന്ന സംഭവം. അദ്ദേഹം ഒരു തൗറാത്തിന്റെ കോപ്പിയിൽ, പ്രിന്റിൽ അദ്ദേഹം പല ഭാഗത്ത് പലതും മായ്ക്കുകയും പല ഭാഗത്തും പലതും കൂട്ടി എഴുതുകയും ചെയ്തു, അദ്ദേഹത്തിന്റെ സ്വയം. എന്നിട്ട് അദ്ദേഹം ഈ തൗറാത്ത് അധികം വിറ്റഴിക്കപ്പെടുന്ന ഒരു ലൈബ്രറിയിൽ കൊണ്ടുപോയിട്ടുണ്ട്, ഒരു സ്ഥലത്ത്, ദിമഷ്കിലാണെന്ന് എൻ്റെ ഓർമ്മ, ഇറാഖിലെ ഡമസ്കസ് എന്നറിയപ്പെടുന്ന സ്ഥലം. അവിടെ കൊണ്ടുപോയിട്ട് അത് അവിടെ കൊടുക്കുകയും അവർക്കത് വിൽക്കാനോട് അവരോട് ആവശ്യപ്പെടുകയും, കുറച്ച് കോപ്പികൾ കൊടുത്തിട്ട് വിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അത് വിറ്റുപോയി. അത് വിറ്റുപോയി കഴിഞ്ഞിട്ടും അവിടെ എന്ത് ചെയ്തിട്ടില്ല, ഒരാളും ഒരു പരാജയമേ വന്നിട്ടില്ല. എന്ത്, ഇതിലിങ്ങനെ പ്രശ്നമുണ്ട്, ഇത് മാറ്റണം, ഇത് ഇങ്ങനെയല്ല, പ്രിന്റിങ് മിസ്റ്റേക്ക് ഉണ്ട്, എന്തെങ്കിലും പറഞ്ഞ് പരാതിയായിട്ട് ഒരാളും കുറെ കാലം കാത്തിരുന്നിട്ടും വന്നില്ല.
അടുത്തത് ഇഞ്ചീൽ അതുപോലെ എടുത്തു, അതിലിതുപോലെ ചെയ്തു. അതും ഇങ്ങനെ തന്നെ സംഭവിച്ചത്. ഒരാളും ഒന്നും പരാജയമായിട്ട് വന്നില്ല. പിന്നെ ഇദ്ദേഹം ചെയ്ത് ഖുർആനാണ്. പലതും ചെയ്ത് അവിടെ കൊണ്ടുപോയി വിൽക്കാൻ നോക്കി. അത് ആദ്യത്തെ കോപ്പി, ശ്രദ്ധിക്കണം, കുറേ കോപ്പികൾ മറ്റേതിൻ്റെയൊക്കെ വിറ്റുപോയി. എത്രയോ സമയം കഴിഞ്ഞിട്ടും ഒരു പ്രതികരണവും വരാത്തിടത്ത് ഖുർആനിന്റെ ഒന്നാമത്തെ കോപ്പി ആ ലൈബ്രറിയിൽ നിന്നും വിൽക്കപ്പെട്ടതിന് തൊട്ട് ശേഷം അടുത്ത ദിവസം എന്താണ് ആ വാങ്ങിച്ച ആൾ വന്നിട്ട് പറഞ്ഞു, ഇതെന്തൊക്കെയോ പ്രിന്റ് മിസ്റ്റേക്കുള്ള ഖുർആനാണ്, ഖുർആൻ ഇങ്ങനെ അല്ല പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്തു. അതിൽ പിന്നെ ആ പണ്ഡിതൻ എഴുതിയ ആ കുറച്ച് കോപ്പികളുണ്ടല്ലോ, അതിൽ പിന്നെ ഒരെണ്ണം പോലും എന്ത് ചെയ്തിട്ടില്ല, പിന്നെ ആരും വാങ്ങൂല, ആരും വാങ്ങുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി ഈ ഖുർആൻ എന്ത് ചെയ്യാൻ സാധിക്കില്ല, മാറ്റം വരുത്താൻ കഴിയൂല എന്ന് മനസ്സിലായി. ഇനിയിപ്പോ ഒരാൾ എന്ത് ചെയ്യാ, ഇന്നത്തെ എന്താ പറയാ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ വളരെയധികം വ്യാപിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ഇതിന്റെയൊക്കെ പിന്നിൽ വലിയ രാജ്യങ്ങളും അല്ലെങ്കിൽ ശക്തികളൊക്കെ ഇതിന്റെ പിന്നിൽ കാര്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ നിലയ്ക്കും, സാമ്പത്തികമായിട്ടും എല്ലാ നിലയ്ക്കും അവർ ഈ ദീനിനെ വക്രീകരിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചെയ്യുക, സങ്കല്പിക്കുക, ഇന്നൊരു എന്താ പറയാ കുറച്ച് രാജ്യങ്ങൾ ചേർന്ന് അവരൊരു വലിയൊരു എന്താ പറയാ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കിയിട്ട്, സംഘടന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി, ഒരു ലജന ഉണ്ടാക്കിയിട്ട് അവരെല്ലാവരും കൂടി പരിശ്രമിക്കണം. എന്തിന്? ലോകത്തുള്ള എല്ലാ മുസ്ഹഫുകൾക്കും മാറ്റം വരുത്താൻ, ലോകത്തുള്ള ഓരോ വീട്ടിലുള്ള എല്ലാ മുസ്ഹഫുകൾക്കും മാറ്റം വരുത്താൻ അവർ പരിശ്രമിക്കുകയാണെന്ന് വെച്ചോ. എന്നാൽ പോലും ഖുർആൻ എന്നുള്ളത് എങ്ങനെ അവതരിപ്പിക്കപ്പെട്ടു അങ്ങനെ തന്നെ ആയി നിലനിൽക്കും. അതിനൊരു മാറ്റം വരുത്താൻ അവർക്ക് കഴിയില്ല. കാരണം ഖുർആൻ എന്നുള്ളത് നിലനിൽക്കുന്നത് മുസ്ഹഫിന്റെ ഏടുകളിൽ മാത്രമല്ല. ഖുർആനിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു തരി പോലും മാറ്റം വരാത്ത രൂപത്തിൽ കൃത്യമായി അത് ഹൃദയങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ, ഏറ്റവും ചുരുക്കം പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലുണ്ട്, മിക്ക രാജ്യങ്ങളിലുണ്ട്. അങ്ങനെ ഖുർആൻ മനഃപ്പാഠമാക്കാത്ത ആളുകളില്ലാത്ത രാജ്യങ്ങൾ കുറവാണ്. എത്ര ചെയ്താലും മാക്സിമം എന്താ ചെയ്യാൻ സാധിക്കുള്ളൂ, ഇവരെ കൊണ്ട് ശത്രുക്കളൊക്കെ ഒരുമിച്ച് ചേർന്നാൽ പോലും ലോകത്തുള്ള എല്ലാ മുസ്ഹഫുകളും ഒരുമിച്ച് ചേർത്ത് നശിപ്പിക്കാനോ മാറ്റം വരുത്താനോ അതാണ് അവർക്ക് പറ്റുമെങ്കിൽ തന്നെ ഏറ്റവും മാക്സിമം പറ്റുള്ളൂ. പക്ഷെ അത് ചെയ്താൽ പോലും എന്ത് ചെയ്യാൻ സാധിക്കൂല, ഖുർആൻ എന്നുള്ളതിനെ മാറ്റം വരുത്താൻ അവർക്ക് ആ പ്രയത്നം കൊണ്ട് മതിയാവൂല, അതുകൊണ്ടും സാധിക്കൂല. അപ്പോ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു അതിനെന്ത് ചെയ്തിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട്. ആ സംരക്ഷണം തകർക്കുക എന്നുള്ളത് ഒരിക്കലും ഒരാൾക്കും സാധിക്കുന്ന കാര്യമല്ല. അതാണ് ഒന്നാമത്തെ കാര്യം, ഖുർആനും മറ്റ് കിതാബുകളും തമ്മിൽ. രണ്ടാമത്തെ കാര്യം എന്താ, നസ്ഖാണ്. രണ്ടാമത്തെ കാര്യം നസ്ഖാണ് എന്ന് വെച്ചാൽ ഖുർആൻ എന്നുള്ളത് നാസിഖും മറ്റുള്ള കിതാബുകൾ മൻസൂഖുമാണ്. ഖുർആൻ നാസിഖും മറ്റുള്ള മുൻപ് കഴിഞ്ഞു പോയ എല്ലാ കിതാബുകളും മൻസൂഖുമാണ്. എന്താണ് നസ്ഖ്? നമ്മൾ നേരത്തെ പറഞ്ഞു, അള്ളാഹു അവതരിപ്പിച്ച ഒരു വിധി അള്ളാഹു തന്നെ എന്ത് ചെയ്യുക, മറ്റൊരു കാലത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ആ വിധി ഉയർത്തുകയും അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ നിന്ന് എടുത്തു കളയുകയും അതിന് പകരം മറ്റൊരു വിധി അവിടെ കൊണ്ടുവരികയും ചെയ്യുന്നതിനാണ് നസ്ഖ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോ തൗറാത്തിലൊരു കാര്യം ഹലാലായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഖുർആനിലത് ഹറാമായി കാണുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തൗറാത്തിലത് ഹലാലാണ് എന്ന് കരുതിക്കൊണ്ട് അത് ചെയ്യാൻ അനുവാദമില്ല. മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നത് മുഹൈമിനൻ അലൈഹി, ഖുർആനെ പറ്റി മറ്റ് കിതാബുകളെ പറ്റി പറഞ്ഞിട്ട് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വ മുഹൈമിനൻ അലൈഹി, മുൻപ് കഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നുണ്ട്, അത് വേദഗ്രന്ഥങ്ങളാണ്, അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്നൊക്കെ സത്യപ്പെടുത്തുന്നതിനോടൊപ്പം മുഹൈമിനൻ അലൈഹി, മറ്റുള്ള ഗ്രന്ഥങ്ങൾക്ക് മേൽ ആധിപത്യമുള്ളതായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഖുർആൻ. ആധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ, ഇത് ഖുർആനോട് മറ്റുള്ള ഏതെങ്കിലും ഒരു കിതാബ് എതിരായാൽ ആ കിതാബിന്റെ കൽപ്പനയ്ക്ക് അവിടെ എന്തില്ല, യാതൊരു സ്ഥാനവും ഇല്ല. ഈ രണ്ട് പ്രത്യേകതകൾ വളരെ ശ്രദ്ധിക്കണം. ഖുർആനും മറ്റ് കിതാബുകളും തമ്മിൽ
ഉള്ള പ്രധാനപ്പെട്ട 2 പ്രത്യേകത ഇത് 2 പിന്നെ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ഖുർആനിനോട് നമ്മൾക്ക് ചില കടമകളുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് ഈമാൻ ബിർ റസൂലിലേക്ക് കടക്കാം. ഖുർആനിനോട് നമ്മൾക്ക് ചില കടമകളുണ്ട്. അതിൽ ഒന്നാമത്തെ കടമ നമ്മൾ നേരത്തെ പറഞ്ഞു, ഖുർആൻ മൊത്തമായും വിശ്വസിക്കുക. ഖുർആൻ മൊത്തമായും വിശ്വസിച്ച് ഖുർആനിന്റെ ഏതെങ്കിലും ഒരു വിധിവിലക്കുകളോട് നമ്മൾ എതിരാവാതിരിക്കുക. ഖുർആന്റെ ഏതെങ്കിലും വിധിവിലക്കുകളോട് നമ്മൾ എതിരാകാതിരിക്കുക എന്നുള്ളത് അത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഖുർആനോടുള്ള കടമ അതാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിനനുസരിച്ചാകാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഉദാഹരണമാണ് ആര്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ആ ചോദിച്ച വ്യക്തിനോട്, എനിക്ക് തോന്നുന്നത് മസ്റൂഖ് എന്ന താബിയാണെന്ന് തോന്നുന്നു, ആ വ്യക്തിനോട് തിരിച്ചു ചോദിക്കുന്നത്, നീ ഖുർആൻ പാരായണം ചെയ്തിട്ടില്ലേ, നീ ഖുർആൻ ഓതിയിട്ടില്ല എന്ന് ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കാണാത്തൊരു താബിയെ ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അടുത്തറിയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം സ്നേഹിച്ച, അവര് തിരിച്ച് അവരോട് എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കുന്നത്, വിശദീകരിച്ചു കൊടുക്കുന്നത് സിമ്പിളായിട്ടാണ്. നീ ഖുർആൻ വായിച്ചിട്ടില്ലേ, ഖുർആൻ പഠിച്ചിട്ടില്ലേ, ഖുർആനിലെ കാര്യങ്ങളും അദബുകളും മനസ്സിലാക്കിയിട്ടില്ലേ, ഖുർആനിലെ ഹറാം ഹലാലുകൾ നീ തിരിച്ചറിഞ്ഞിട്ടില്ലേ? കാന ഖുലുഖുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം ഖുർആനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം ഖുർആൻ. എന്ന് വെച്ചാൽ ഖുർആനിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, നല്ല ഗുണങ്ങളുണ്ടോ, അതെല്ലാം ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലുണ്ടാവും. ഖുർആനിൽ എന്തൊക്കെ മോശം ഗുണങ്ങളുണ്ടോ, മോശം കാര്യങ്ങളുണ്ടോ, അതെല്ലാം ഏറ്റവും ആദ്യം വിട്ടു നിൽക്കുന്നതും ഏറ്റവും അതിൽ നിന്ന് മാറി നിൽക്കുന്നതും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമായിരിക്കും. അങ്ങനെ ആകുക എന്നുള്ളതാണ് ഖുർആൻ അവതരിപ്പിച്ചതിന്റെ ലക്ഷ്യം, ഉദ്ദേശം അതാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതിന്റെ ലക്ഷ്യം അതാണ്. ഇപ്പൊ ഒരാൾ ഖുർആനും, ഇത് പറഞ്ഞ കാരണം എന്താ വെച്ചാല്, ഒരാൾ ഖുർആൻ കുറേ പാരായണം ചെയ്യുന്നുണ്ട്, ഖത്തം തീർക്കാന്ന് പറയില്ലേ, ശരിക്കും ഖത്തം എന്നല്ല ഖത്മ എന്നാണ് അറബിയിൽ, അത് വേറെ വിഷയം. നമ്മുടെ നാട്ടിൽ ഖത്തം തീർക്കുന്ന പരിപാടി അത് നല്ല കാര്യമാണ്, ഓരോ ഹർഫിന് 10 പ്രതിഫലമൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് ഖത്തം തീർക്കുന്ന ഒരാൾ, ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യുന്ന ഒരാൾ, അയാൾ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ആ രൂപത്തിലേക്ക് അയാൾ ആയിട്ടില്ലെങ്കിൽ, ചിലപ്പോൾ അയാൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിലൊരു ഹർഫ് പോലും തെറ്റിക്കാതെ അത് പാരായണം ചെയ്യാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ പോലും അയാൾ ഖുർആനിന്റെ ആളല്ല. അയാൾ ഖുർആനിന്റെ ആളല്ല. ഒരാൾ ഖുർആനിന്റെ ആളാവുന്നത് എപ്പോഴാണ്? ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണോ ആ ഒരു ലക്ഷ്യം നമ്മളിൽ നടപ്പിലാകുമ്പോഴാണ്. അങ്ങനെ നടപ്പിലായ ഒരാൾ, അയാൾ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയിട്ടില്ലെങ്കിലും, ഇയാളുടെ അത്രയും പാരായണം ചെയ്യുന്നത് കുറവാണെങ്കിലും ഒക്കെ അയാളാണ് ഖുർആനിന്റെ ആൾ. അയാളാണ് ഖുർആനിന്റെ ആൾ. ഉദാഹരണത്തിന് തൗഹീദ്. തൗഹീദിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിശദീകരിച്ച മറ്റൊരു കാര്യമില്ല. ഖുർആനിൽ മുഴുവൻ തൗഹീദാണ്. ഖുർആനിൽ മുഴുവൻ തൗഹീദാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഓരോ ആയത്തിലും തൗഹീദിനെ അറിയിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ, ദലാലത്തുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾക്ക് അതിലേക്ക് എത്തിപ്പെടാനുള്ള അറിവ് കുറവായതുകൊണ്ടാണ് എന്ത് ചെയ്യാറുണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഓരോ ആയത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു സൂറത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തല്ല, ഓരോ ആയത്തിലും ഉണ്ട് എന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ച് മരണപ്പെട്ട ഒരു പണ്ഡിതനാണ് സിദ്ദീഖ് ഹസൻ ഖാൻ. സിദ്ദീഖ് ഹസൻ ഖാൻ ഇന്ത്യയിലെ ഭോപ്പാലിൽ. അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട്, അദ്ദീനുൽ ഖാലിസ് എന്ന് പറഞ്ഞിട്ട്. അദ്ദീനുൽ ഖാലിസ്. ഈ കിതാബ് വായിച്ചു കഴിഞ്ഞാൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന സത്യം നമുക്ക് മനസ്സിലാവും. കാരണം ഈ കിതാബ് ഖുർആനിലെ മുഴുവൻ ആയത്തുകൾ വിശദീകരിക്കുന്നില്ല, പക്ഷെ ഓരോ സൂറത്തുൽ ഫാത്തിഹ തൊട്ട് ഓരോ ആയത്തിലും അതിലടങ്ങിയിട്ടുള്ള തൗഹീദിന്റെ തെളിവുകൾ വിശദമായി പ്രതിപാദിക്കുന്ന കിതാബാണിത്, ഈ കിതാബ്. നമ്മൾ വിചാരിക്കും ഈ ആയത്തിൽ തൗഹീദ് ഉണ്ടായാലും നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലാണ്
ഓരോ ആയത്തുകളിലുള്ള തൗഹീദിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നത് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. നമ്മൾക്കത് കണ്ടെത്താനുള്ള എന്താ പറയുക അറിവും കഴിവൊക്കെ കുറവായതുകൊണ്ടാണ്. കാരണം അതിന് ഒരുപാട് വിഷയങ്ങൾ പഠിക്കണം, ഉസൂൽ ഫിഖ് പഠിക്കണം, അറബി ഭാഷ പഠിക്കണം, അങ്ങനെ കുറേ വിഷയങ്ങൾ നമ്മൾ പഠിക്കാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് കുറയുന്നു എന്ന് മാത്രം. അപ്പൊ ഈ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഖുർആൻ മൊത്തം തൗഹീദാണ്. ഖുർആൻ മുഴുവൻ തൗഹീദാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് തന്നെ തൗഹീദിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പ്രയാസങ്ങളും ഏറ്റുവാങ്ങിയതും നാട്ടുകാരാൽ ശത്രുവാക്കപ്പെട്ടതും നാട് കടത്തപ്പെട്ടതും ഹിജറ ചെയ്യേണ്ടി വന്നതും യുദ്ധങ്ങൾ ബദ്റും മുഹദും അങ്ങനെ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മാതാപിതാക്കളെ ദ്രോഹിക്കരുത് പറഞ്ഞുകൊണ്ടാണോ? കള്ളുടിക്കരുത് പറഞ്ഞുകൊണ്ടാണോ? വിഭജിക്കരുത് പറഞ്ഞുകൊണ്ടാണോ? കച്ചവടത്തിൽ തൂക്കം കൃത്യമായിരിക്കണം പറഞ്ഞുകൊണ്ടാണോ? ഇതൊക്കെ ഉണ്ടായത് തൗഹീദ് പറഞ്ഞില്ല പേരില്ല. തൗഹീദ് ആണ് ഇസ്ലാം. തൗഹീദാണ് ഇസ്ലാം. പറഞ്ഞു വന്നത് ഒരാൾ ഖുർആൻ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഖുർആൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഖുർആൻ മനഃപ്പാടമാക്കിയിട്ട് അവന് തൗഹീദ് അറിയില്ല. അവന് തൗഹീദ് അറിയില്ലെങ്കിൽ അവൻ ഖുർആനിന്റെ ആളല്ല. അവൻ ഖുർആനിന്റെ ആളല്ല, ഒരിക്കലും ആവൂല. ഇനിയിപ്പോൾ അവൻ ഖുർആനിന്റെ 7 ഖിറാഅത്തുകളും ഒക്കെ എല്ലാം ഒരു തെറ്റുപോലും ഇല്ലാതെ പഠിച്ച വ്യക്തിയാണെങ്കിലും അതിൽ ഓരോന്നിലും ഉള്ള നഹ്വിന്റെയും സർഫിന്റെയും എല്ലാ കാര്യം ഇങ്ങനെ എന്തൊക്കെ അവൻ ഖുർആനിൽ എത്രത്തോളം ആഴത്തിലിറങ്ങി എന്ന് പറഞ്ഞാലും വാദിച്ചാലും ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണോ ആ ലക്ഷ്യം നിറവേറപ്പെടുമ്പോഴാണ് ആ വ്യക്തി നിറവേറ്റുന്നവൻ ഖുർആനിന്റെ ആളാവുള്ളൂ. അതാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട നമ്മൾ ഏറ്റവും ആദ്യം പാലിക്കേണ്ട കാര്യത. അതിന്റെ കൂടെ നമ്മൾ സാന്ദർഭികമായി കുറച്ച് കാര്യങ്ങൾ കൂടെ, മൊത്തത്തിൽ 5 കാര്യങ്ങളാണ്. ഇതും കൂട്ടിയിട്ട് ഖുർആനോടുള്ള നമുക്കുള്ള കടമകൾ, ബാധ്യതകൾ മൊത്തത്തിൽ 5 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് അമലാക്കാന്നുള്ളത്. രണ്ടാമത്തേത് ഖുർആൻ പാരായണം ചെയ്യുന്നത് എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കാന്നുള്ളത്. പാരായണം ചെയ്യുന്നത് വർദ്ധിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കൽപ്പനകളും കൽപ്പിക്കുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്കുണ്ട് അല്ലേ, അള്ളാഹു ഖുർആനിൽ പറയുന്ന ഒരു വാക്കുണ്ട്, വാൻ അത്ലു അൽ ഖുർആൻ. അള്ളാഹു എന്നോട് എന്തും കൽപ്പിച്ചു, ഖുർആൻ പാരായണം ചെയ്യാനും എന്ത് ചെയ്തു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം വറത്തിലിൽ ഖുർആന തർത്തീല. തർത്തീൽ എന്ന് പറഞ്ഞാൽ വെറും പാരായണം എന്നല്ല, വളരെ നീട്ടി ഭംഗിയായി പാരായണം ചെയ്യുന്നതിന് തർത്തീൽ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് ഖുർആൻ പാരായണം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമുക്കൊക്കെ അറിയാം, ഓരോ ഹർഫിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അവസാനം പ്രത്യേകം പറയുന്നുണ്ട്, ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫ് വലാകിൻ അലിഫുൻ ഹർഫ് വലാമുൻ ഹർഫ് വമീമുൻ ഹർഫ്. അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫാണ് ഞാൻ പറയുന്നില്ല. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്. എന്തിനങ്ങനെ പറയുന്നതിനാ? ആ ഓരോ അക്ഷരങ്ങൾ കഴിയുമ്പോഴും 10 പ്രതിഫലം കിട്ടുക. ഖുർആൻ മൊത്തം ഒരു ഖത്തം തീർത്താൽ എത്ര പ്രതിഫലം ഉണ്ടെന്ന് അറിയോ? എത്രയുണ്ട്? ഏറ്റവും മിനിമം 3 മില്യണാണ്. ഒന്ന് ആലോചിച്ച് 30 ലക്ഷം പ്രതിഫലം അല്ലെങ്കിൽ നന്മ നമ്മുടെ മീസാനിൽ. നമ്മൾ കുറേ തിന്മ ചെയ്യുന്നത്, ഈ തിന്മകളൊക്കെ പുറപ്പിക്കപ്പെടാൻ കുറേ നന്മകൾ വേണ്ടേ? മീസാനിൽ ഫമൻ സഖുലത് മവാസീനുഹു എന്ന് പറയുമ്പോൾ മീസാനിൽ ഇപ്പുറത്തെ തിന്മകൾ എല്ലാവർക്കും ഉണ്ടാവും, അതിനേക്കാൾ നന്മ കനന്തൂങ്ങണമെങ്കിൽ അത്രയും നന്മകൾ വേണ്ടേ? 30 ലക്ഷം നന്മകളാണ് എന്ത് ചെയ്യുക ഒരൊറ്റ ഖത്തം തീർത്ത കിട്ടുക. അത് ഈ പറഞ്ഞ പോലെ കേവലം പാരായണം കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ നമുക്ക് ഖുർആനോടുള്ള ബാധ്യത അത് ഹിഫ്ളാക്കാന്നുള്ളതാണ്. ഓരോരുത്തർക്ക് സാധിക്കുന്നത്. പക്ഷെ നമ്മൾ ഓരോരുത്തരും ഹിഫ്ളാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ നിർബന്ധമായി ഹിഫ്ളാക്കേണ്ടതുണ്ട്. ഏതുപോലെ? ഫാത്തിഹ പോലെ. ഫാത്തിഹ ഒരു മുസ്ലിം ആണെങ്കിൽ ഫാത്തിഹ പഠിച്ചിരിക്കണം. എന്തുകൊണ്ടാണ്? ഫാത്തിഹ ഓതാത്തവന്റെ നിസ്കാരം
ലാ സലാത്ത ലിമൻ ലം യഖറ ഫാത്തിഹത്തുൽ കിതാബ്. ഫാത്തിഹത്തുൽ കിതാബ് ഓതാത്തവന് നിസ്കാരമില്ല എന്നാ പറഞ്ഞു. അപ്പൊ നിസ്കരിച്ചില്ലെങ്കിൽ നമുക്കറിയാം ഒരാൾ കുഫറിലേക്ക് എത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലഹദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്വല. നമുക്കും അവർക്കും മുസ്ലിമീങ്ങൾക്കും ഇടയിലുള്ള വ്യത്യാസം എന്താ? തർക്കുസ്സല, നിസ്കാരം ഒഴിവാക്കലാണ്. അപ്പോ മുസ്ലിമായി തന്നെ നിലനിൽക്കണമെങ്കിൽ നിസ്കരിക്കണം. നിസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതണമെങ്കിൽ എന്ത് ചെയ്യണം? ഫാത്തിഹ പഠിക്കണം. അപ്പൊ ഫാത്തിഹ പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ നിർബന്ധമായും പഠിക്കേണ്ട സൂറത്തുകളുണ്ട്. അതല്ലാതെ വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട സൂറത്തുകൾ അല്ലെങ്കിൽ ആയത്തുകളൊക്കെ ഉണ്ട്. ഏതുപോലെ ആയത്തുൽ കുർസി എല്ലാ നിസ്കാര ശേഷം, ഫർദ് നിസ്കാര ശേഷം വിശ്വാസം പറഞ്ഞ എന്താ? മൻ ഖറഅ ആയത്തുൽ കുർസി ദുബുറ കുല്ലി സ്വലാത്തിൻ ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്ത്. ഒരാൾ എന്ത് ചെയ്യാണ്? എല്ലാ ഫർദ് നിസ്കാര ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അവനും സ്വർഗപ്രവേശനത്തിനുമിടയിൽ മരണമല്ലാതെ തടസ്സമില്ലാതെ. വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട ആയത്താണ്. അതൊരു ആയത്താണ്. അതുപോലെ തന്നെ എല്ലാ നിസ്കാര ശേഷം സൂറത്തുൽ ഇഖ്ലാസും ഫലക്കും നാസും എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ഈ സൂറത്ത് 3 സൂറത്തുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അപ്പോൾ ആയത്തുൽ കുർസിയും ഉണ്ട്. അതിൻ്റെ കൂടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആമന റസൂലു എന്ന് പറയുന്ന അവസാനത്തെ 2 ആയത്തുകളും ഇങ്ങനെയുള്ള സുന്നത്തുകളായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുൽക്കിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഇബ്നു മസ്ഊദ് ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണെന്ത്? സൂറത്തുൽ മുൽക്ക് എന്നുള്ളത് ഇബ്നു മസ്ഊദ് പറയുന്നത് കുന്നാ നുസമ്മീഹി സൂറത്തുൽ മാനിഅ. ഞങ്ങൾ ആ സൂറത്തിനെ വിളിക്കാറുള്ളത് മാനിഅ എന്നാണ്. എന്താ മാനിഅ എന്ന് പറഞ്ഞാൽ? തടയുന്നത് എന്നാണ്. എന്തിനുള്ള തടയുന്നത്? ഖബർ ശിക്ഷയിൽ നിന്ന് തടയുന്നതാണ്. ഏത്? സൂറത്തുൽ മുൽക്ക്. ഇങ്ങനെ പ്രധാനപ്പെട്ട ചില സൂറത്തുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറ, സൂറത്തു ആലു ഇമ്രാൻ. സൂറത്തു ബഖറയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. അഖ്ദുഹ ബറക, അത് ആ സൂറത്ത് പഠിക്കൽ, മനഃപ്പാടമാക്കൽ, ആശയം മനസ്സിലാക്കലും ബറക്കത്താണെന്നവർ. വതർക്കുഹ ഹസ്ര, അത് വിട്ട് കളയൽ നഷ്ടമാണെന്നവർ. വലാ യസ്തതിഉഹൽ ബതല, ആ സൂറത്ത് ഉള്ള അല്ലെങ്കിൽ ആ സൂറത്ത് പഠിച്ച ഒരാളുടെ അടുക്കൽ അല്ലെങ്കിൽ അത് പാരായണം ചെയ്യപ്പെടുന്ന ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ ബത്തലത്ത് എന്ന് വെച്ചാൽ സിഹർ, അങ്ങനെ ഉള്ള വേണ്ടാത്ത പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് അവിടെ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്ന് വിശ്വാസം പഠിപ്പിച്ചു തരാം. അതുപോലെ തന്നെ ഈ 2 സൂറത്തുകൾ എന്ത് ചെയ്യും? ബഖറയും ആലു ഇമ്രാനും ഖിയാമത്ത് നാളിൽ ഈ വ്യക്തിക്ക് വേണ്ടി ഷഫാഅത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹദീസിലുള്ളത് 2 കാന്നഹുമ ഗയായത്താൻ എന്നുകൊണ്ടൊരു റിവായത്തുണ്ട്, ഗമാമത്താൻ എന്നുകൊണ്ടൊരു റിവായത്തുണ്ട്. അങ്ങനെ 2-3 റിവായത്തുകളുണ്ട്. എന്ന് വെച്ചാൽ പക്ഷിക്കൂട്ടങ്ങൾ പോലെ അല്ലെങ്കിൽ മേഘക്കൂട്ടം, 2 മേഘക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ 2 പക്ഷിക്കൂട്ടം. ഈ രൂപത്തിൽ ഈ 2 സൂറത്ത് കാണാതെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനനുസരിച്ച് ജീവിച്ചിട്ടുള്ള ഒരാൾ, അയാൾക്ക് വേണ്ടി ഈ ബഖറയും ആലു ഇമ്രാൻ എന്ത് ചെയ്യും? ഷഫാഅത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരേക്കും. ഈ 2 സൂറത്തുകൾക്കൊരു പേരുണ്ട്, സഹറാവാൻ. സഹറത്ത് പറഞ്ഞാൽ പൂവ്. അത്രയും എന്താ പറയാ, ഖുർആന്റെ മറ്റു സൂറത്തുകളിൽ അത്രയധികം നമ്മൾ അട്രാക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ കൂടുതൽ ആകർഷിക്കേണ്ട 2 സൂറത്തുകളാണ് ഇത്, സൂറത്തുൽ ബഖറയും ആലു ഇമ്രാൻ. അങ്ങനെ ഒരുപാടുണ്ട്. ഇതൊക്കെ സുന്നത്തായിട്ടുള്ള സൂറത്ത്. ഇതൊക്കെ നമ്മൾ ഇതെങ്കിലും പഠിക്കുക. നമ്മൾ ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുക. ഇങ്ങനെ പ്രത്യേകം ശ്രേഷ്ഠത പഠിപ്പിക്കപ്പെട്ട സൂറത്തുകളും ആയത്തുകളും നമ്മൾ പഠിക്കുക. കാണാതെ തന്നെ പഠിക്കുക. കാണാതെ പഠിക്കാൻ എന്തെങ്കിലും തെളിവുണ്ടോ ചോദിച്ചാൽ ഒരുപാട് തെളിവുകളുണ്ട്. പല ആളുകൾക്കും കാണാതെ പഠിക്കാൻ പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കിയ പോരെ, നമ്മളത് ഫഹ്മ് ചെയ്താൽ എന്തിന് ഹിഫ്ളാക്കുമെന്ന് ചോദിക്കുക. ഹിഫ്ളാക്കുന്നതിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ പറ്റി പറഞ്ഞത് ബൽഹു ആയാത്തുൻ ബയ്യിനാത്തുൻ ഫീ സുദൂരിൽ ലദീന
ഊത്തുൽ ഇൽം. ഈ ഖുർആൻ എങ്ങനെയുള്ളതാണ്? അത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ്. എവിടെ? ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽം, അറിവ് നൽകപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ. മുസ്ഹഫിൽ എന്നല്ല പറഞ്ഞു. അറിവുള്ളവർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇൽമ് ഇവിടെ ഹൃദയത്തിലുണ്ടാവും. കിതാബിൽ ഇൽമുണ്ടെങ്കിൽ എല്ലാവരും ഉലമാക്കളാണ്. കിതാബിൽ ഇൽമുണ്ടെങ്കിൽ ഒരു വലിയൊരു സ്ഥലം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ കുറേ ഷെൽഫ് അടിച്ചിട്ട് ലോകത്തുള്ള എല്ലാ ശർഈയായ കിതാബുകളും സെറ്റ് ചെയ്ത് വെച്ചാൽ അവന് ആലിമാകാം അല്ലേ? അങ്ങനെ ആലിമാകാൻ പറ്റുമോ? പറ്റൂല. ലൈസൽ ഇൽമു മാ ഹവൽ ഖിമത്തുറു ഇന്നമൽ ഇൽമു മാ ഹവാഹു സദർ. പലപ്പോൾ പറയാറുണ്ട്, നിന്റെ എന്താ പറയാ ലഗേജിലുള്ളതല്ല എന്ത് നിന്റെ ഇൽമ്. നിന്റെ ട്രോളി ബാഗിൽ കുറേ കിതാബുണ്ട്, അപ്പൊ നീ ആലിമാവൂല. വൈന്നമൽ ഇൽമു മാ ഹവാഹു സദർ, നിന്റെ ഹൃദയത്തിനുള്ളിലുള്ള എന്താണോ അതാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഏറ്റവും അധികം ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താ? ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഖുർആനാണ്. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഖുർആനാണ്. അത് ഹിഫ്ളാക്കണം. അത് ഒരുപാടുണ്ട്, ഹദീസുകൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഏതോ ഒരു സന്ദർഭത്തിൽ ഒരു ഹദീസിന്റെ അവസാനത്തിൽ ഒരു സ്വഹാബി പറയുന്നുണ്ട്, അഅലമുന അഹ്ഫദുന, അഅലമുന അഹ്ഫദുന. ഒരു ഹദീസ് പറഞ്ഞിട്ട് ആ ഹദീസ് ഞങ്ങൾ പലരും കേട്ടു, ആ വിഷയത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ളവർ, ഞങ്ങൾ ആ വിഷയം ഏറ്റവും കൂടുതൽ ഹിഫ്ളാക്കിയവർ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹിഫ്ളാക്കി. ഹിഫ്ളാക്കുക എന്ന് പറഞ്ഞാൽ ഏതുപോലെയെന്നറിയോ? ഒരു മണ്ണിൽ ഒരു വിത്ത് കുഴിച്ചിടുന്ന പോലെ. ഈ കുഴിച്ചിട്ട് ആ കുഴിച്ചിട്ട വിത്ത് വളർന്നിട്ട് വേണം അതിലെന്തെങ്കിലും സമറത്തുകൾ, കായ്കനികൾ ഉണ്ടാവാൻ. ഒന്നും കുഴിച്ചിടുന്നില്ലെങ്കിലോ എന്തെങ്കിലും ചിലപ്പോൾ വളരും, ചിലപ്പോൾ എന്തെങ്കിലും കായ്കനികൾ കിട്ടുന്നല്ലാതെ കാര്യമായിട്ടൊരു എന്തുണ്ടാവൂല, ഫലം അവിടെ ഉണ്ടാവൂല. അതുപോലെയാണ് ഹിഫ്ള്. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹിഫ്ള്. നമുക്ക് എന്താ പറയാ, ഞാനത് പിന്നീട് വിശദീകരിക്കുക. ഹിഫ്ള് എന്ന് പറഞ്ഞാൽ പലർക്കും അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ്. എങ്ങനെ ഹിഫ്ളാക്കുക ചോദിച്ചാൽ കുറേ ഇങ്ങനെ വായിക്കും, അവസാനം പഠിച്ചു പടച്ചു വെക്കും, ഇത്രയും പറയാൻ അറിയുള്ളൂ. ഹിഫ്ള് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഹിഫ്ളിന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ്. അതൊക്കെ ശ്രദ്ധിച്ച് വളരെ സിമ്പിളായിട്ട് ഹിഫ്ളാക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഹിഫ്ളാക്കാൻ പറ്റും. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഹിഫ്ളുണ്ട് നമ്മുടെ തലയിൽ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി നമ്മളെ അത്ഭുതപ്പെട്ടു. നമ്മൾ വലിയ എന്താ പറയാ ബുദ്ധിശാലിയൊന്നുമല്ല, നമുക്കറിയാം. പക്ഷെ എന്നാലും നമുക്ക് ഹിഫ്ളുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ അത്ഭുതപ്പെട്ടു. സ്ഥലങ്ങളുടെ പേരുകൾ, ആ പേര് പറയുമ്പോൾ ആ സ്ഥലത്തിന്റെ പിക്ചർ അടക്കം നമ്മുടെ ഓർമ്മയിൽ എന്ത് ചെയ്യും വരും. വാഹനങ്ങളുടെ പേരുകൾ അത് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് ഹിഫ്ളുള്ള കാര്യങ്ങൾ പലതുണ്ട്. വ്യക്തികളുടെ പേരുകൾ, ഇങ്ങനെ പലതുണ്ട്, ഒരുപാട് കാര്യം. നമ്മൾ അത്ഭുതപ്പെട്ടു പല കാര്യങ്ങളും. അപ്പൊ ഹിഫ്ളാക്കാൻ നമുക്ക് സാധിക്കും. ഹിഫ്ളാക്കാൻ നമുക്ക് അതിന്റെ ഒരു മെത്തേഡ് എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് ഹിഫ്ളാക്കാൻ പറ്റും. പിന്നെ ഖുർആനോടുള്ള നമുക്ക് മറ്റൊരു ബാധ്യതയാണ്. എത്രാമത്തെയാണ്? നാലാമത്തെ. നാലാമത്തെ അല്ലേ? ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത്, ചെവി കൊടുക്കുക എന്നുള്ളത്. ചെവി മാത്രമല്ല, കൽബും കൊടുക്കുക. പ്രത്യേകിച്ചും നിസ്കാരത്തിൽ, ഫർദ് നിസ്കാരത്തിൽ അധികം ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ ശ്രദ്ധിക്കുന്നവർക്ക് വലിയ ഖൈറുകൾ കിട്ടുന്ന ഒരു കാര്യമാണ് എന്ത്? പല ആൾക്കാർ ശ്രദ്ധിക്കാറില്ല. ഫർദ് നിസ്കരിക്കുമ്പോൾ ഇമാം എന്താണ് പാരായണം ചെയ്യുന്നതെന്ന് കൽബ് കൊടുത്തൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ചെറുതായി ശ്രദ്ധിച്ചാൽ മതി, എന്താണ് ഓതുന്നത്. അറബി അറിയുന്നത് പോലെ ആ വിഷയത്തിൽ വളരെയധികം അലംഭാവം കാണിക്കാറുണ്ട്. അതിലൂടെ നഷ്ടമാവുന്ന വലിയ ഖൈറാണ്. വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ഫസ്തമിഊ ലഹു, നിങ്ങൾ എന്ത് ചെയ്യണം? ചെവി അതിലേക്ക് കൊടുക്കണം. വഅൻസിതു എന്നുവെച്ചാൽ നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല, നിങ്ങളുടേതായിട്ടുള്ള മറ്റ് ശുഗലുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യുക.
അത് കൽബുകൊണ്ടുള്ള ചിന്തകളാണെങ്കിലും നോട്ടങ്ങളാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. എല്ലാ അറ്റൻഷൻ എന്ത് ചെയ്യുക, ഫുൾ കോൺസെൻട്രേഷൻ ആ കേൾക്കുന്ന ആയത്തുകൾ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ അർത്ഥം അറിയില്ലെങ്കിൽ പോലും ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടും. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരാം. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയാൽ പിന്നെ നമുക്ക് ഒന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല, ദുനിയാവിലാണെങ്കിൽ ആഖിറത്തിലാണ്. അത് കിട്ടാൻ വളരെ നല്ലൊരു വഴിയാണ്, ഏറ്റവും ബെസ്റ്റും വളരെ ഈസി ആയിട്ടുള്ള വഴിയാണ്. അർത്ഥം അറിയില്ലെങ്കിൽ പോലും നിങ്ങളന്ന് അങ്ങനെ ചെയ്തു നോക്ക്. ഒരായത്ത് കേൾക്കുമ്പോൾ നിങ്ങൾ ആ കേൾക്കുന്ന ആയത്ത് നിങ്ങൾക്കറിയോ, എന്താ പറയാ, എത്രയോ നാടുകളിൽ അല്ലെങ്കിൽ എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഖുർആനിന്റെ ഓത്ത് കേട്ടിട്ട് മാത്രം. എന്നുവെച്ചാൽ അറബ് രാജ്യങ്ങളുടെ കാര്യമില്ല ഞാൻ പറയും. അനറബ് രാജ്യങ്ങളിൽ പല ആളുകളും ഇസ്ലാമിനെ സംബന്ധിച്ചൊന്നും അറിയാത്ത ആളുകൾ പോലും ഖുർആനിന്റെ പാരായണം അത് എപ്പോഴോ എവിടെ നിന്നോ കേൾക്കപ്പെടാൻ സാഹചര്യം ഉണ്ടായപ്പോൾ ആ കേൾക്കുന്ന ആ ഒച്ച കേട്ടപ്പോൾ അവർ എന്താണ് എന്നറിയാൻ വേണ്ടി ശ്രദ്ധിച്ചൊന്ന് കേട്ടുന്നു. അങ്ങനെ കേട്ടു നിന്നിട്ട് എത്ര എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞെന്താ, വൈന ഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാമല്ലാഹ്. ഒരു മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആരെങ്കിലും നിന്നോട് സഹായം അല്ലെങ്കിൽ സംരക്ഷണം ആവശ്യപ്പെട്ട് ചോദിച്ച് വന്നാൽ നീ അവന് സംരക്ഷണം കൊടുക്കണം. എത്രത്തോളം? ഹത്താ യസ്മഅ കലാമല്ലാഹ്, അള്ളാഹുവിന്റെ കലാമ് അവന് കേൾക്കുമാറ് അത്രയും അടുത്തായിരിക്കണം നിന്റെ സംരക്ഷണത്തിൽ അവൻ ഉണ്ടാവേണ്ടത്. എന്തിനാ? അള്ളാഹിന്റെ കലാമ് കേട്ടാൽ എന്താ, ആ കേൾക്കുമ്പോൾ വല്ലപ്പോഴും ഒന്ന് എന്ത് ചെയ്യും, ശ്രദ്ധിച്ച് കേൾക്കും. ആ ശ്രദ്ധിക്കുന്നത് എന്ത് ചെയ്യും, വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് ഖുർആനോടുള്ള മര്യാദ, നമുക്കതിനോടുള്ള ഒരു ബാധ്യതയാണ്. പല ആൾക്കാരും നല്ല ഉദ്ദേശത്തിൽ തന്നെ പലപ്പോഴും ഇപ്പോൾ സ്ത്രീകളൊക്കെ കിച്ചണിലൊക്കെ ഇരിക്കുമ്പോൾ വേണ്ടാത്ത എന്തെങ്കിലും ചിന്തകൾ വരണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ വെറുതെ വെറും സംസാരങ്ങളിലായിപ്പോണ്ടെന്ന് വിചാരിച്ച് ഖുർആൻ ഓത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, പണികളിൽ മുഴുകുന്നുണ്ടാവും. അത് തെറ്റാണെന്നല്ല പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഒരിക്കലും നമ്മുടെ മൈൻഡിൽ നിന്ന് ആ ഓതപ്പെടുന്നത് വിട്ട് കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. പരമാവധി അതിൽ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളുണ്ട്, വണ്ടി ഓടിക്കുമ്പോൾ പല സാഹചര്യങ്ങളും അത് സ്റ്റോപ്പാക്കണം എന്നല്ല പറയുന്നത്, മറിച്ച് അത് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ആ ലക്ഷ്യം നമുക്ക് കിട്ടണമെങ്കിൽ ആ പറയുന്ന അൻസിത്തു ചെവി കൊടുത്താൽ മാത്രം പോരാ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അവിടെ ഓത്ത് കേൾക്കുമ്പോൾ നമ്മൾ ചെവി കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ സംസാരിക്കാൻ പാടില്ല, മറ്റുള്ള കാര്യങ്ങൾ ശുഗലാവാൻ പാടില്ല. നമ്മൾ മൈൻഡ് ഫ്രീ ആയിരിക്കും, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ആവുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, കേൾക്കാൻ ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാണ് എന്ത് പറയാ, തദബ്ബുർ എന്ന് പറയാം. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി. ഈ ഖുർആനെ പറ്റി അല്ലാഹ് പറയുന്നത് എന്താ, ഈ ആയത്ത് അല്ലെങ്കിൽ ഈ കിതാബ് നാം നിങ്ങളിലേക്ക് അവതരിപ്പിച്ചു തന്നത് എന്തിനു വേണ്ടിയിട്ട്, അതിന്റെ ആയത്തുകൾ തദബ്ബുർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആയത്തുകൾ തദബ്ബുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് തദബ്ബുർ? അല്ല, അത് അമല. തദബ്ബുർ എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഇംഗ്ലീഷ് എത്ര പോരാ, വീക്കാണ്. തദബ്ബുർ എന്ന് പറഞ്ഞാല് ആലോചിക്കുക, ശരിക്കും അതില് ഓരോന്നും എന്തിനാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഖുർആനിൽ ഒരു കാര്യം അള്ളാഹു വെറുതെ പറയുന്നില്ല, അത് നമ്മൾ ആദ്യം അത് മനസ്സിലാക്കുക. ഒരു വാക്ക്, ഒരു കലിമത്ത് പോലും അള്ളാഹു വെറുതെ പറയുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് തദബ്ബുർ ചെയ്യാൻ പറ്റും. ഒന്നും ഒരു കാര്യം വെറുതെ അല്ല. ഉദാഹരണത്തിന് സൂറത്തുർ റഹ്മാനിൽ എത്ര തവണ, 30-ലധികം തവണ ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് പറയുന്നുണ്ട്. അതെന്തിനാണ് ആവർത്തിച്ച് പറയുന്നത്? അത് ആയത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ ആ സൂറത്തിന്റെ അർത്ഥം പഠിച്ചാൽ മനസ്സിലാവും എന്തിനാണ് അത് അങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ.
സാധാരണ അറബികൾ അങ്ങനെ പറയാറില്ല. നഅ്ബുദുക വനസ്തഈനു ബിക എന്ന് പറയേണ്ട അടുത്ത് ഇയ്യാക എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓരോന്നും എന്തിനാ അതവിടെ അങ്ങനെ പറഞ്ഞെന്താ, എന്തിനാണ് അവിടെ അങ്ങനെ പറഞ്ഞതെന്ന് ഓരോന്നും അങ്ങനെ ആലോചിക്കുമ്പോഴാണ് തദബ്ബുർ ശരിക്കും എന്ത് ചെയ്യണം, നമ്മുടെ മൈൻഡിൽ വർക്കൗട്ട് ആവും. അങ്ങനെ പഠിക്കണം. അങ്ങനെ ഓരോന്നിനും നമ്മൾ അന്വേഷിക്കാന്ന് പറയില്ലേ, അങ്ങനെ അന്വേഷിച്ചാൽ ഒരുപാട് അറിവുകൾ കിട്ടും. ഉദാഹരണത്തിന് സൂറത്തുൽ കഹ്ഫിൽ നിങ്ങൾ എപ്പോഴും പാരായണം ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്ത്? വഇദ് ഖാല മൂസ ലി ഫതാഹു. വഇദ് ഖാല മൂസ ലി ഫതാഹു. മൂസ തൻ്റെ ഫത എന്ന് പറഞ്ഞാൽ അടിമ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. അടിമയ്ക്ക് അബ്ദെന്ന് ഉപയോഗിക്കരുത് എന്നുള്ള നബിസ്വല്ലല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. അതിന് പകരം ഫത എന്ന് ഉപയോഗിക്കും. അപ്പോൾ അടിമ എന്നാണ് പറയുന്നത്. മൂസ അലൈഹിസ്സലാം തൻ്റെ അടിമയോട് പറഞ്ഞ സന്ദർഭം. ആരാണ് ഈ അടിമ അറിയോ? മൂസ അലൈഹിസ്സലാമിന്റെ കൂടെ ഖിദർ അലൈഹിസ്സലാമിനെ കാണാൻ പോകുന്ന ആ യാത്രയിൽ മൂസ അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന അടിമ ആരായിരുന്നു? യൂഷഅ ഇബ്നു നൂൻ. ബറക്കല്ലാഹ്. യൂഷഅ ഇബ്നു നൂൻ. അദ്ദേഹം അടിമയായിരുന്നു. ആദ്യം ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം അടിമയായിരുന്നു. അദ്ദേഹം മൂസ അലൈഹിസ്സലാം അടിമയായിരുന്നില്ല. പിന്നെന്തിനാ അദ്ദേഹത്തെ അടിമ എന്ന് പറഞ്ഞ അല്ലാഹ്? മൂസ അലൈഹിസ്സലാമയുടെ ശിഷ്യനായിരുന്നു, തിൽമീദായിരുന്നു. മൂസ അലൈഹിസ്സലാമിൽ നിന്ന് ഇൽമു പഠിക്കുന്ന തിൽമീദ്, താലിബായിരുന്നു. ഒരു താലിബ് ഒരു ഉസ്താദിനോട്, ഒരടിമ സയ്യിദിനോടുള്ള ആ ഒരു രൂപത്തിലാണ് മര്യാദ, അദബുകൾ ആ രൂപത്തിലായിരിക്കും. അത്രയും അദബുകൾ, കടമകൾ ആർക്കുണ്ട്? ഒരു താലിബിന് തൻ്റെ ഉസ്താദിനോടുണ്ട്. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ശിഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞത്? അടിമ എന്ന് പറയും. ഇങ്ങനെ നമ്മൾ ഓരോന്നിലും ചിന്തിച്ച് നമ്മളിങ്ങനെ എന്താ പറയാ, ചൂന്ന് അന്വേഷിക്കാന്ന് പറയില്ലേ, അങ്ങനെ ചൂന്ന് അന്വേഷിച്ചാൽ ഇഷ്ടംപോലെ അറിവുകൾ കിട്ടും. ഒരാൾ നല്ല നീയത്തിൽ അങ്ങനെ അന്വേഷിച്ചാൽ അവൻ എന്തായാലും ഹിദായത്തിലേക്ക് എത്തിച്ചേരും, ഒരിക്കലും വഴി തെറ്റുകയില്ല. ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനെ പറഞ്ഞാൽ. ഉദാഹരണമായിട്ട് പറഞ്ഞ ഉദാഹരണത്തിന് സാഅത്തുൽ ഉസ്റ എന്ന് അല്ലാഹ് ഖുർആനിൽ വിശേഷിപ്പിച്ചത് എന്തിനാണെന്നറിയോ? സാഅത്ത് എന്ന് പറഞ്ഞാൽ മണിക്കൂർ എന്നാണ്, അല്ലെങ്കിൽ ഒരു വലിയ സമയം, 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒരു പ്രത്യേക സമയം. ഉസ്റത്ത് പറഞ്ഞ പ്രയാസത്തിന്റെ ഒരു സമയം, 1 മണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു ചെറിയ കാലയളവ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് തബൂക്ക് യുദ്ധത്തിനാണ്. തബൂക്ക് യുദ്ധം ഒരുപാട് കാലം നീണ്ടു നിന്നൊരു യുദ്ധമാണ്. 1 മാസത്തോളം ഉണ്ട് തോന്നുന്നു. 1 മാസത്തോളം ഉണ്ടായിരുന്ന യുദ്ധമായിരുന്നു ഏത്? തബൂക്ക്. ഈ തബൂക്ക് യുദ്ധത്തിനെ പറ്റി ആ 1 മാസമുള്ള യുദ്ധത്തിനെ അള്ളാഹു പറയുന്നത് 1 മണിക്കൂറായിട്ട്. ഇത് ചിന്തിക്കണം. എന്താ അള്ളാഹ് 1 മാസം എന്ന് അള്ളാഹ്ക്ക് അറിയാലോ, പിന്നെന്തിനാണ് ഈ ഒരു മാസം ഉണ്ടായിരുന്ന യുദ്ധത്തെ അള്ളാഹ് 1 മണിക്കൂറാണെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? ഇങ്ങനെ ആലോചിക്കണം, ചൂന്ന് അന്വേഷിക്കണം. ഒരുപാട് അറിവുകൾ കിട്ടും, ഒരുപാട് അറിവുകൾ കിട്ടും. എന്തുകൊണ്ടാണ്? പ്രയാസഘട്ടങ്ങൾ എന്നുള്ളത് അതെത്ര നീണ്ടാലും അത് ഇന്നല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും? നീങ്ങിപ്പോവും. നമ്മൾക്ക് പ്രയാസഘട്ടങ്ങൾ ഉണ്ടാവേണ്ട മനോഭാവമാണെന്ത്? ഇതിപ്പോൾ കഴിയുന്നുള്ളത്. 1 മണിക്കൂർ അങ്ങനെ കഴിയുക, അതുപോലെ അത് കഴിയും. ഏതുപോലെ? രാത്രി എത്ര ഇരുട്ടിയാലും എന്ത് ചെയ്യും? സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും. ഉദിക്കാതിരിക്കൊന്നുമില്ലല്ലോ, അത് ഉദിക്കും. അതുപോലെ തന്നെ പ്രയാസങ്ങൾ, എത്ര പ്രയാസം കടുത്തു പോയാലും ആ പ്രയാസം നീങ്ങുക തന്നെ ചെയ്യും. ആ ഒരു മനോഭാവം ആ വാക്കിൽ, ചെറിയൊരു വാക്കിലൂടെ അള്ളാഹ് പ്രകടിപ്പിക്കുകയാണ്. വലിയൊരു പാഠം ഒരുപാടുണ്ട്. സൂറത്തുൽ കാഫിറൂനിൽ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. സൂറത്തുൽ കാഫിറൂനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കോട് പറയാൻ പറയാണ്, വലാ അൻതും ആബിദൂന മാ, ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിനെ, എന്നുവെച്ചാൽ അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല എന്ന് പറയണം. ആലോചിച്ച് നോക്കണം.
മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാറുണ്ട്. വൈദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കപ്പലിൽ കയറി കപ്പൽ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? അള്ളാഹുവിന് മാത്രം വിളിച്ച് അവർ ഇബാദത്ത് ചെയ്യും, ദുആ ചെയ്യും. അവരോട് പറയാണ് ഞാൻ ഇബാദത്തിന് അള്ളാഹു നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറയാം. അതെന്തിനാ? ഇവര് ചെയ്യുന്നുണ്ടല്ലോ, അത് അവർക്ക് അള്ളാഹ്ക്ക് അറിയൂലേ? അറിയും. പിന്നെന്തിനാ അവരോട് നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നില്ല പറയാൻ പറയുന്നത്? എന്തുകൊണ്ടാ? തൗഹീദ് ഇല്ലെങ്കിൽ അത് ഇബാദത്താവൂല. തൗഹീദ് ഇല്ലെങ്കിൽ ഇബാദത്താവൂല. ഏതുപോലെ വുദൂ ഇല്ലാതെ നിസ്കാരം ഇല്ല എന്നുള്ളത് പോലെ തന്നെ തൗഹീദ് ഇല്ലാതെ ഇബാദത്തില്ല. തൗഹീദ് ഇല്ലാതെ ഇബാദത്തില്ല. ഇങ്ങനെ ഒരുപാട് അറിവുകളുണ്ട്. ഇങ്ങനെ പറയാൻ നിന്നാൽ കുറേ ഉണ്ട്. ഓരോ സൂറത്തുകളിലും ഓരോ ആയത്തുകൾ. ഇതൊക്കെ നമുക്ക് ഈ രൂപത്തിൽ ഇങ്ങനെ അതിലെന്താ പറയാ, നമ്മൾ ആഴത്തിൽ ഇറങ്ങിയിട്ടില്ല എന്ന് പറയില്ല. അങ്ങനെ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലുക, അതിനെപ്പറ്റി ആലോചിക്കുക. ഇതൊക്കെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തദബ്ബുർ കൊണ്ട്. ഇത് നമ്മൾക്ക് ബാധ്യതയാക്കി അള്ളാഹ് ഖുർആൻ അവതരിപ്പിച്ച ലക്ഷ്യങ്ങൾ ഒരു ലക്ഷ്യം അള്ളാഹ് പഠിപ്പിച്ചതാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതിന്റെ ലക്ഷ്യത്തിൽ ഒരു ലക്ഷ്യമായി അള്ളാഹു പഠിപ്പിച്ചിരുന്ന കാര്യമാണ്. നമുക്കത് ചെയ്യാൻ സാധിക്കണം. അപ്പോഴേ നമ്മൾ ഖുർആനോടുള്ള കടമ പൂർണ്ണമായും പാലിച്ചവരായി തീരുള്ളൂ. നമുക്കത് ചെയ്യാൻ സാധിക്കണം. അപ്പൊ ഖുർആൻ തദബ്ബുർ ചെയ്യണമെങ്കിൽ ഏറ്റവും മിനിമം എന്ത് ചെയ്യണം? ഖുർആൻ തദബ്ബുർ ചെയ്യണമെങ്കിൽ അറബി ഭാഷ പഠിക്കാണ്ട് പറ്റൂല. അത് നമ്മുടെ ഈ സൗദിയിലോ മിസ്റിലോ ജോർദാനിലുള്ള കൊളോക്കിയിൽ പറ്റൂല. ഈജി, മാഫി, ലേഷ് അത് പറ്റൂല. ശരിക്കുള്ള അറിവ് പഠിക്കും. ശരിക്കുള്ള അറിവ് പഠിക്കും. ഏതെങ്കിലും നല്ല നല്ല സലഫി പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ അറിയപ്പെട്ട ഭാഷ പഠിപ്പിക്കുന്ന കിതാബ് ദുറൂസുല്ലൊക്കെ പോലെയോ ഏതെങ്കിലും കിതാബുകൾ നമ്മൾ എന്ത് ചെയ്യുക, ആസ്പദമാക്കി നമ്മൾ പഠിക്കണം. നിങ്ങൾ അറബി പഠിച്ചാലുണ്ടല്ലോ, ഞാൻ സാന്ദർഭിക സൂചിപ്പിക്കുകയാണ്, അറബി പഠിച്ചാൽ എന്താ പറയാ, നിങ്ങൾക്ക് നല്ല നല്ല അഖീദയുള്ള സലഫി അഖീദയുള്ള നല്ല നിയത്ത്, ഖുർആനിൽ ഹിദായത്ത് കിട്ടണം എന്നുള്ള നിയത്ത് മാത്രത്തിൽ അറബി അറിയുന്ന ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ എന്താ പറയാ, അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ലൗ തഹുറത് ഖുലൂബുന മാ ശബിഅത് മിൻ കലാമില്ലാഹി അസ്സ വജൽ. ലൗ തഹുറത് ഖുലൂബുന ലമാ ശബിഅത് മിൻ കലാമില്ലാഹി അസ്സ വജൽ. നമ്മുടെ ഹൃദയങ്ങളെങ്ങാനും ശുദ്ധിയുള്ളതായിരുന്നെങ്കിൽ അത് അള്ളാഹുവിന്റെ കലാമ് കൊണ്ട് മതിയാകാതായാണ്. എന്ന് വെച്ചാൽ എത്ര അതിൽ മുഴുന്നാലും എത്ര പാരായണം ചെയ്താലും അതെത്ര പഠിച്ചാലും മതിയാകാതാകുമായിരുന്നു. എപ്പോ നമ്മുടെ കൽബ് ശുദ്ധിയായി കഴിഞ്ഞാൽ. നമ്മുടെ കൽബ് ശുദ്ധിയായി കഴിഞ്ഞാൽ. ഇന്നത്തെ കാലത്ത് പല പണ്ഡിതന്മാരും ഷേഖുമാരൊക്കെ പറയാനുള്ളൊരു കാര്യമാണ് എന്ത്, ഇന്ന് നമ്മൾ എങ്ങനെയാണോ ഖുർആൻ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് അതേ അവസ്ഥയാണ് സലഫുകൾ ഖുർആൻ. നമ്മളെന്നെ ആലോചിച്ച് വെക്കുക, ഒന്ന് തിരിഞ്ഞാൽ മൊബൈൽ എടുക്കും, അങ്ങോട്ട് പോയാലും മൊബൈൽ എടുക്കും, എല്ലാം അങ്ങോട്ട് എല്ലാം ഓരോത്തിലും മൊബൈലാണ്. ഇതുപോലെയാണ് സലഫുകൾ ഖുർആന്റെ വിഷയം. അങ്ങേയറ്റം അവരുടെ കൽബ് അറ്റാച്ച്ഡ് ആയിരുന്നു ഖുർആനുമായിട്ട്. വളരെയധികം നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ അറബി പഠിക്കുന്നതിലൂടെ. സാന്ദർഭികമായി സൂചിപ്പിക്കാം, ഖുർആന്റെ വിഷയത്തിൽ പ്രത്യേകിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു തന്ന ഒരുപാട് വിശേഷണങ്ങളിൽ ഒരു വിശേഷനാണ് എന്ത്,
അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? അത് അവരിൽ സ്വാധീനം ഉണ്ടാക്കുന്നുള്ളത്. ഈ ആയത്ത് കേൾക്കുമ്പോൾ സ്വാധീനം ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് വളരെ വലിയ അപകടമാണ്. ശ്രദ്ധിക്കണം. നമുക്ക് അള്ളാഹുവിന്റെ കലാമ് കേട്ടിട്ട് യാതൊരു സ്വാധീനവും നമ്മൾക്ക് ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചോ, നമുക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു തകരാറുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ഈ ഖുർആനിനെ നാം ഒരു പർവ്വതത്തിന്റെ മേൽ, പർവ്വതം പറഞ്ഞ ജീവനൊന്നുമില്ല, ജീവൻ എന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് പോലത്തെ ജീവനില്ല, വെറും കല്ല, അതിന്റെ മുകളിൽ ഈ ഖുർആനെ നാം അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ, അത് അങ്ങേറ്റം കീഴൊതുങ്ങിയ രൂപത്തിൽ, അതെന്താ പറയാ, പൊട്ടിപ്പളരാറാകുന്ന രൂപത്തിൽ. എന്നുവെച്ചാൽ ആ രൂപത്തിൽ നിനക്ക് എങ്ങനെ മിൻ ഖശ്യത്തില്ല, അള്ളാഹുവിന്റെ സംബന്ധിച്ചുള്ള പേടി കാരണത്താൽ ആ മല, പർവ്വതം അങ്ങനെ ആകുന്നത് നിനക്ക് കാണാൻ സാധിച്ചേനെ എന്നുള്ള പറയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മലയേക്കാൾ കടുത്തു പോയോ നമ്മുടെ ഹൃദയങ്ങൾ? ആ കല്ലിനേക്കാൾ കടുത്തതാണോ നമ്മുടെ ഹൃദയം? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഈ ഖുർആന്റെ ആയത്തുകൾ നമ്മളിലേക്ക് ഇറക്കപ്പെടുമ്പോൾ, വായിക്കുമ്പോൾ, കേൾക്കപ്പെടുമ്പോൾ, പഠിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഒരു തരിമ്പും കുലുക്കം വരുന്നില്ലെങ്കിൽ വലിയ അപകടമാണ്, വലിയ അപകടം. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഞാൻ അടുത്ത ദർസിൽ പറയാൻ വിചാരിച്ചായിരുന്നു. അദ്ദേഹത്തിന് പല ആയത്തുകളും കേൾക്കുമ്പോൾ അദ്ദേഹം ബോധരഹിതനായിട്ട് വീഴും. നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ പല ആയത്തുകളും കടന്നു പോകുമ്പോൾ അദ്ദേഹം ബോധരഹിത, ആ പേടി മാത്രമായിരിക്കും പല ദിവസങ്ങൾ അദ്ദേഹത്തിനും എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം തളർന്നു പോകും. എന്നുവെച്ചാൽ മറ്റു രോഗങ്ങളൊന്നുമില്ല, വേറെന്തെങ്കിലും രോഗമായിട്ട് തളർന്നു കിടക്കുന്നില്ല, ആ ആയത്ത് കേട്ടിട്ട് പേടി കാരണത്താൽ തളർന്നു പോയതാണ്. ആ പേടി മാത്രം ആയിട്ട് എന്ത് ചെയ്യും? നമ്മൾ പലതിനെയും കണ്ട് പേടിപ്പനിയൊക്കെ വരാറുണ്ട് പല ആളുകൾക്കും, അല്ലേ? ആയത്ത് കേട്ടിട്ട് പേടിച്ചിട്ട് തളർന്നു പോകുന്ന ഉമർ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള, അവസാന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹു മുർ അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് ഇമാമായി നിസ്കരിക്കാൻ കൽപ്പിക്കാൻ പറയുമ്പോൾ വേണ്ട, എൻ്റെ ഉപ്പ വേണ്ട, സ്വന്തം മോളോടെ പറയുന്നു, ഉപ്പാനോട് എന്ത് ചെയ്യാൻ, മുസ്ലിമീങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ, എനിക്ക് പകരം നിൽക്കാൻ, ഇമാമായി നിൽക്കാൻ പറയുമ്പോൾ ഉപ്പ വേണ്ട, ഉമർ മതിയോ ചോദിക്കണം. അബൂബക്കർ അല്ലാണ്ട് വേറെ ആരെങ്കിലും മതിയോ? എന്താ കാരണം പറഞ്ഞ എന്താണെന്നറിയോ? അബൂബക്കർ ഇമാം വന്നു കഴിഞ്ഞാൽ ആളുകൾ ഓത്ത് കേൾക്കൂല, കരച്ചിലേ കേൾക്കുള്ളൂ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ ആയത്ത് ഓതി ആ ആയത്തിൽ കരച്ചിലടക്കാനാകാതെ, ആ ആയത്തിന്റെ അർത്ഥത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി അതിനപ്പുറത്തേക്ക് കടന്നു പോകാനാകാതെ ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചു. ഒരൊറ്റ ആയത്തുണ്ട്. ഒരൊറ്റ ആയത്തുകൊണ്ട് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്. കരഞ്ഞ് ദുആ ചെയ്ത് ആ ആയത്തിന്റെ ആഴവും അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കൽപ്പനകളൊക്കെ, അതിന്റെ ആഴമൊക്കെ മനസ്സിലാക്കിയിട്ട് അപ്പുറത്തേക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല. നമ്മളെങ്ങനെ, എത്ര ആയത്ത് നമ്മളെ കടന്നു പോകാൻ പറ്റാതെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്? എത്ര ആയത്തുകളുണ്ട്? ഒന്നുമില്ല. സുഖമായിട്ട് എന്ത് ചെയ്യും? ഫസ്റ്റ് ടു ലാസ്റ്റ്, ഒരു പ്രശ്നമില്ല, ഒരു തടസ്സം ഉണ്ടാവില്ല. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സാണ്. പലർക്കും മുസ്ഹഫിൽ ആ വള്ളിയില്ലെങ്കിൽ, അടയാളം വെക്കുന്ന വള്ളിയില്ലെങ്കിൽ ഞാൻ എവിടെ ഓതി, എത്ര ഓതി, എന്ത് ഓതി എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനെ ആവരുത്, അങ്ങനെ ആകരുത്. ഇത് നമ്മൾക്ക് അള്ളാഹ് ഇറക്കി തന്ന ഖുർആനാണ്, നമ്മൾക്ക് തന്നതാണ്. നമ്മൾക്ക് അള്ളാഹു ഏറ്റവും വലിയ അനുഗ്രഹമായി തന്നതാണ്. ഇത്
ശരിക്കും ഉപയോഗപ്പെടുത്താൻ നമുക്കൊന്നും തടസ്സാവരുത്. നമ്മുടെ ഭാഷയോ നമ്മുടെ നാടോ ഒന്നും തടസ്സാവരുത്. അതിന് എന്തൊക്കെ തടസ്സങ്ങൾ മുന്നിലുണ്ടോ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? ചില ആളുകളെ പറ്റി അള്ളാഹുവിനോട് പരാതി പറയാം ഖിയാമത്ത് നാൾ. ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എൻ്റെ കൗമ് ഈ ഖുർആൻ എന്ത് ചെയ്തു? ഉപേക്ഷിക്കപ്പെട്ടതാക്കി. അത് യാതൊരു പരിഗണനയും കൊടുക്കാതെ മിക്ക വീടുകളിലും മുസ്ഹഫുകളുടെ അവസ്ഥ എന്താ? എന്തൊക്കെ വായിച്ചാലും, നോവല് വായിച്ചാലും, മാഗസിൻ വായിച്ചാലും, പത്രം വായിച്ചാലും, എന്ത് വായിച്ചാലും, എന്ത് ഷെൽഫിൽ നിന്ന് എടുത്താലും തീരെ എടുക്കപ്പെടാതെ ഒരു മൂലക്കെ പൊടി പിടിച്ച് ചെലന്തി വല കെട്ടി പേജുകൾ ഇളകിപ്പോയി ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത രൂപത്തിൽ നമ്മുടെ വീടുകളിൽ, പല ആളുകളുടെയും വീടുകളിലെ മുസ്ഹഫിന്റെ അവസ്ഥ അതാണ്. നമുക്ക് ഖുർആനോടുള്ള ബാധ്യത വളരെ വലുതാണ്. ഖുർആനോടുള്ള ബാധ്യത വളരെ വലുതാണ്. ഇന്ന് എത്ര പേര് ഖുർആൻ ഓതിയെന്ന് ചോദിച്ചാൽ, ഖുർആൻ എത്ര ഓതിയെന്നല്ല ഞാൻ ചോദിക്കുന്നു, ഇന്ന് എത്ര പേര് ഖുർആൻ ഓതിയെന്ന് ചോദിച്ചാൽ പലർക്കും ഇന്ന് ഓതാൻ പറ്റിയില്ല എന്ന് പറയാൻ സാധിക്കും. അത് വലിയ പോരായ്മയാണ്, വലിയ പോരായ്മയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് ഞാൻ ഒരു ദിവസം കൊണ്ട് ഖുർആൻ മുഴുവൻ ഓതി തീർക്കട്ടെ എന്ന് ചോദിക്കും. ശ്രദ്ധിക്കണേ, പാടില്ല. 2 വേണ്ട, 3. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ചെറുതാ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് 30 ദിവസം കൊണ്ട് ഓതിയാൽ മതിയാണ്. ഒരു ദിവസം ഒരു ജുസ്. കാരണം ആ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഖുർആൻ ജുസുകളൊക്കെ ആക്കി തിരിക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ കുറച്ച് അദ്ദേഹത്തിനത് മതിയാവുന്നില്ല. ശ്രദ്ധിക്കണം, ഒരു ദിവസം ഒരു ജുസ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരു ദിവസം ഒരു ജുസ് ഓതിയിട്ട് എത്ര നാളായി? കഴിഞ്ഞ റമദാൻ ഓതിയിട്ടുണ്ടോ? റമദാൻ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഒരു ജുസ് ഓതിയ ഏതെങ്കിലും ഒരാളുടെ കൂടെ, ഞാനടക്കം, വലിയ പോരായ്മയാണ്. ചെറിയ നിസ്സാര വിഷയമൊന്നുമല്ല. അപ്പൊ അത് പോരാ. പിന്നെയും ചോദിച്ച് അവസാനം എത്തി 3 ദിവസം വരെ എത്തി. ഇനിയും വേണമെന്നാ പറയുന്നത് അദ്ദേഹം. ഇതിൽ കൂടുതൽ ഓതരുന്നാണ്. അങ്ങനെ ഓതരുത് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം 3 ദിവസം ഒതുക്കി. അല്ലെങ്കിൽ അദ്ദേഹം കൂടുതൽ ഓതുമായിരുന്നു. നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവാൻ സാധിക്കാത്തതെന്ന് പറഞ്ഞാൽ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മുന്നിൽ ഖുർആനിന്റെ ആ ഒരു മാധുര്യം എന്നുവെച്ചാൽ, ഖുർആനിനേക്കാൾ മാധുര്യമുള്ളൊരു കാര്യം ദുനിയാവില്ല. ശ്രദ്ധിക്കണേ, ഖുർആനിനേക്കാൾ മാധുര്യമുള്ളൊരു കാര്യം ദുനിയാവില്ല. നമ്മൾക്കും ഈ ഖുർആന്റെ മാധുര്യത്തിലേക്കും ചില കടമ്പകളുണ്ട് നമുക്ക് മുന്നിൽ. അത് നമ്മൾ ഉദ്ദേശിച്ചിട്ട് വന്നതുണ്ട്, അല്ലാത്തതൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. ഈ കടമ്പകൾ തരണം ചെയ്യാന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം. എങ്ങനെയെങ്കിലൊക്കെ നമ്മളത് എന്ത് ചെയ്യണം? അത് നമ്മൾ ആ കടമ്പകൾ ഓവർകം ചെയ്യണം. അതിന് പ്രതിഫലമുണ്ട്. ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടി അറബി ഭാഷ പഠിച്ചാൽ ആ അറബി ഭാഷ പഠിക്കുന്നതിന് പ്രതിഫലമുണ്ട്. അറബി ഭാഷ പഠിക്കുന്നതിന് പ്രതിഫലമുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാം? ആ കടമ്പകളൊക്കെ മറികടക്കാം. അങ്ങനെ ആ കടമ്പകളൊക്കെ മറികടന്ന് പിന്നെ നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോവും, ഞാൻ നേരത്തെ അറബി പഠിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ തലയിൽ കൈവച്ചു പോകും. ഉറപ്പാണ്. അങ്ങനെ ഖുർആൻ പഠിച്ച് നിങ്ങൾ ഒരു ഫർദ് നിസ്കാരത്തിനോ ഏതെങ്കിലും ഒരു ഭാഗത്തിന് നിങ്ങൾ ഒരാളുടെ പുറകിൽ നിന്ന് കൈകെട്ടി നിസ്കരിക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് അനുഭവിച്ചറിഞ്ഞാലല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കില്ല. അതൊന്നും പറഞ്ഞറിയിക്കാനൊന്നും കഴിയില്ല. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒന്നും വേണ്ട. അറബി അറിയുന്ന ഒരാൾക്ക് ഒരു ബാങ്ക് കേൾക്കുന്നത് ആദ്യാവസാനം കണ്ണിന്ന് ഒരു തുള്ളി വരാതെ എന്ത് ചെയ്യാൻ കഴിയില്ല, പൂർത്തിയാക്കാൻ കഴിയില്ല. ഇങ്ങനെ എത്ര കാര്യങ്ങളുണ്ട്. ഖൈറുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ചെറിയ മടിയും അലംഭാവമൊക്കെ കാരണം. നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ട്. ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്. ഇനി ഒരുപാട് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾക്ക് ഈ
നമ്മുടെ ഈ എന്താ പറയുക മോശ അവസ്ഥ തിരിച്ചറിയാൻ പറ്റാത്തത് നമ്മളെ താരതമ്യം ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ളവരായിട്ടാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ദർശനം വന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, ചിന്തിക്കാം. ഈ ദർശനം വരാത്ത പല ആളുകളെയും പറ്റി കമ്പയർ ചെയ്തിട്ട് ചിന്തിക്കാം. എന്ത് ചിന്തിക്കാം? ഞാനിങ്ങനെ ദർശനം ആഴ്ചയിൽ 2-3 ദിവസം ഞാൻ വരുന്നെങ്കിലും ഉണ്ട്, ബാക്കിയുള്ളവർ അതുപോലുമില്ല. അല്ലെങ്കിൽ ഞാൻ ഫർദ് നിസ്കരിക്കുന്നെങ്കിലും ബാക്കിയുള്ളവർ അതുപോലും. ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമുക്ക് അള്ളാഹു നിശ്ചയിച്ചെന്ന മാതൃകകളെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാം. നമുക്കങ്ങനെ മാതൃകകളെ അള്ളാഹു നിശ്ചയിച്ചെന്ന് ആര് മാത്രമേ ഉള്ളൂ? നാട്ടുകാരെ നിശ്ചയിച്ചിട്ടില്ല, കുടുംബക്കാരൻ നിശ്ചയിച്ചിട്ടില്ല, കൂട്ടുകാരൻ നിശ്ചയിച്ചിട്ടില്ല, അയൽക്കാരൊന്നും നിശ്ചയിച്ചിട്ടില്ല. നമുക്ക് അള്ളാഹു മാതൃകയൊക്കെ നിശ്ചയിച്ചു തന്നിട്ടുള്ളത് ഒരു വ്യക്തിയും ഒരു സമൂഹമേ ഉള്ളൂ. നമുക്ക് ഒന്നുകിൽ ഈ വ്യക്തിയെ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. രണ്ടാണെന്നല്ല, രണ്ടും ഒരേ കാര്യം തന്നെയാണ്. പക്ഷെ ഇത് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാണാത്ത പല കാര്യങ്ങളും പ്രകടമായി ഇവരുടെ സമൂഹത്തിൽ പ്രകടമാവും. എന്നുവെച്ചാൽ അവിടെ ഇല്ലാത്ത ഇവിടെ ഉണ്ട്, അത്രയേ ഉള്ളൂ. രണ്ടും പരസ്പര പൂരകങ്ങളാണ്, പരസ്പരം കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. രണ്ടല്ല. പക്ഷെ ഇത് നമുക്ക് ഇതിലേതെങ്കിലും ഒന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മളെ കമ്പയർ ചെയ്യാനുള്ള ആ ഒരു യൂണിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഏതൊക്കെ 2 കാര്യങ്ങൾ? മാൻ അലൈഹിൽ യൗമ വഅസ്ഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിൽ. അപ്പോൾ ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ എന്നല്ല, രണ്ടും ഒരേ കാര്യം തന്നെ, സ്വഹാബത്ത്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടും അവിടുത്തെ സ്വഹാബത്തുമായിട്ടായിരിക്കണം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയും എത്തിയിട്ടില്ല, നമ്മൾ എത്രയോ പുറകിലാണ്. ആഖിറത്തിന്റെ പേരിലുള്ള സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റിലാണ്. അവരൊക്കെ വളരെ സ്പീഡിൽ ഓടുന്നു, നമ്മളിവിടെ നടക്കുന്നു പോലില്ല, ഏഴയാണ്. എന്നും നമുക്ക് തിരിച്ചറിവ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇപ്പുറത്തും ഓടുന്ന ആ എന്താ പറയാ മുടന്തന്മാരെയും അല്ലെങ്കിൽ ഓടാതെ ഉറങ്ങി കിടക്കുന്നവന്മാരെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ മുന്നിൽ ഓടിപ്പോയവരെ നോക്കണം വളരെ വേഗത്തിൽ. അപ്പോൾ ഇത് വളരെ എന്താ പറയാ പ്രധാനപ്പെട്ട ചില ബാധ്യതകൾ ഖുർആനോടുള്ളത് നമ്മൾ എന്ത് ചെയ്തതാണ്, സൂചിപ്പിച്ചതാണ്. നമുക്കൊരുപാട് പോരായ്മകൾ വന്നിട്ടുള്ള ഒരു വിഷയമാണ്. അത് ആദ്യമായി ഇത് എനിക്കും പിന്നീട് നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ളൊരു നസീഹത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഇറക്കി തന്ന ഈ ഖുർആനിന്റെ വില, അതിന്റെ ശരിക്കുള്ള മൂല്യം അത് നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരികയും അതുകൊണ്ട് ശരിയായ രൂപത്തിൽ ഉപകാരമെടുക്കുന്ന, അതുകൊണ്ട് ആനന്ദം ലഭിക്കുന്ന, അത് തന്നെ ജീവിതത്തിന്റെ ഒരു വലിയൊരു ഭാഗമാക്കി മാറ്റുന്ന യഥാർത്ഥ ഖുർആനിന്റെ ആളുകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ എല്ലാവരെയും ആക്കി തീർക്കുമാറാവട്ടെ. നമ്മളെപ്പോഴും ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടം വരുമ്പോൾ, എന്നുവെച്ചാൽ ദുനിയാവിൽ നമുക്കറിയാം ഈമാനുള്ളവർക്ക് അവർ പല കാര്യങ്ങളിലും സങ്കടപ്പെടാൻ ഇരുന്നാൽ അതിന് നേരം ഉണ്ടാവുള്ളൂ. കാരണം ഈമാനില്ലാത്തവർക്ക് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാത്തിലും നമ്മൾ 2ാമതാണ്, അല്ലെങ്കിൽ 3ാമതാണ്, അല്ലെങ്കിൽ 4ാമതാണ്. എല്ലാം നമുക്ക് കുറവാണ് അവരെ സംബന്ധിച്ച് നോക്കും. സങ്കടപ്പെടാൻ ഉദ്ദേശിച്ചാൽ ഇഷ്ടംപോലെ സങ്കടപ്പെടാൻ പറ്റും. അതിന് പറ്റിയൊരു സാഹചര്യമാണ് ദുനിയാവിലുള്ളത്, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ഈ സങ്കടം ഒരാൾക്ക് പ്രയാസം തോന്നിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന പിന്നീട് വിശദീകരിക്കാം. എന്റെ അവസാനം സങ്കടം മാറാൻ എന്താ ചോദിക്കുന്നതെന്നറിയോ? ഇതൊക്കെ മുൻനിർത്തിയിട്ട്, ഇതൊക്കെ വസീലകളാണ്. ഈ വസീലകളൊക്കെ മുൻനിർത്തിയിട്ട് അവസാനം ഈ സങ്കടം മാറാൻ ചോദിക്കാൻ പഠിപ്പിച്ച അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി വനൂറ സദ്രി. ഖുർആനെ എൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? അതിലുള്ള വെളിച്ചമാക്കണം. അത് വെളിച്ചം ആ ഹൃദയത്തിൽ ഖുർആൻ എന്ന വെളിച്ചം നിറയുമ്പോൾ അല്ലാതെ എന്ത് ചെയ്യില്ല, മറ്റ് സങ്കടങ്ങൾ അതിന് നീങ്ങിപ്പോവില്ല. എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടാവും, ആലോചിച്ച് നോക്കണം.
ഏറ്റവും വലിയ സന്തോഷം ഫബിദാലിക ഫല്യഫ്റഹു ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട് റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കണം. അതുകൊണ്ട് സന്തോഷിക്കാനാണ് പറഞ്ഞത്. ദുനിയാവിന്റെ ഒന്നുകൊണ്ട് സന്തോഷിക്കാൻ അള്ളാഹ് പഠിപ്പിച്ചു തന്നിട്ടില്ല. സമ്പത്ത് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ആർഭാടം കൊണ്ടോ തറവാട് കൊണ്ടോ ഇതൊന്നും കൊണ്ട് സന്തോഷിക്കാൻ അള്ളാഹ് കൽപ്പിച്ചിട്ടില്ല. അത് വിലക്കിയിട്ടുണ്ട്. പക്ഷെ സന്തോഷിക്കണം എന്ന് പഠിപ്പിച്ചെന്ന ഒരു കാര്യമുള്ളൂ. രണ്ട് കാര്യങ്ങൾ: അള്ളാഹുവിന്റെ ഫദ്ലും റഹ്മത്തും. എന്താണ് ഈ ഫദ്ലും റഹ്മത്തും? ഫദ്ല് ഇസ്ലാമാണ്, ഹിദായത്താണ്. റഹ്മത്ത് ഖുർആനാണ്, ഇൽമാണ്. ഇതുകൊണ്ട് സന്തോഷിക്കാൻ പറയും. നമുക്കതുകൊണ്ട് സന്തോഷിക്കാൻ സാധിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു എന്ത് ചെയ്യട്ടെ, നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ, ഒരു കാര്യത്തിലും അവന്റെ ശിക്ഷ ലഭിക്കുന്ന രൂപത്തിൽ വീഴ്ചകൾ വരുത്താത്തവരായി റബ്ബ് സുബ്ഹാനഹു കണ്ടുമുട്ടുവാൻ ഇത്തരം സംസാരങ്ങൾ സബബുകളാക്കി തീർക്കുമാറാവട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.